Hello everyone, welcome to my mass cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു മെക്സിക്കൻ ഡിഷാണ് quesadilla. ഇത് ടോട്ടിയ റാപ്പിൽ അല്ലെങ്കിൽ ചപ്പാത്തി പോലെയുള്ള റാപ്പിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് quesadilla. പിന്നെ എങ്ങനെ quesadilla ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് quesadilla ഉണ്ടാക്കാനായിട്ട് മീറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ തൈസ് ആണ്. അതിന് പകരം നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. അതിലേക്ക് പാപ്രിക്ക പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒറിഗാനോ ഒരു നുള്ള്, ജീരകം പൊടിച്ചത് ഒരു നുള്ള്, സിനമണും അതേപോലെ വളരെ കുറച്ച്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീരൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിലൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ടൈം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ട് മാരിനേറ്റ് പിടിക്കും. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചി ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ, ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ട് നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ടേൺ ചെയ്യാം. ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ഫാറ്റ് ഇല്ലാതെ ഉപയോഗിക്കാം. ഞാൻ ഇച്ചിരി ഫാറ്റ് ഉള്ളത് പ്രിഫർ ചെയ്യുന്നത്. ആ ഫാറ്റ് അങ്ങോട്ട് ഉരുകിയിട്ട് ഒന്നുകൂടെ ഫ്ലേവർ വരും. അതുകൊണ്ട് ഫാറ്റുള്ള മീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 സൈഡും കുക്കായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കൂളായി കഴിയുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ഈ സെയിം ഓയിലിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാം. സവോള, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, റഫായിട്ട് ചോപ്പ് ചെയ്തത്, ഇതിനൊപ്പം തന്നെ വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, അടുത്തായിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഒരു പിഞ്ച് ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്, അതേപോലെ ഒരു നുള്ള സിനമൺ പൗഡർ, ഒറിഗാനോയും ഒരു 1/8 ടീസ്പൂൺ ഇടാം. ഇതിലേക്ക് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ക്യാപ്സിക്കമാണ്, അതിൻ്റെ പകുതി ചുമ്മാ ഇതേപോലെ ക്യൂബ് ചെയ്ത് അതോടെ ചേർക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്.
ചിക്കനൊക്കെ റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഇതിനകത്തുള്ള ഓയിലും കൂടെ ചേർക്കുകയാണ്, ബിക്കോസ് അത് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്ക് നന്നായിട്ട് മല്ലിയില ഇടാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നമ്മുടെ ഫില്ലിംഗ് ഡ്രൈ ആയി. ഇതിനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള സവോള ചോപ്പ് ചെയ്ത് ഇടാം. ഇത് ഫ്രഷ് ബൈറ്റ് കിട്ടാനായിട്ടാണ്. നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഫില്ലിംഗ് ഒരു ബൗളിലേക്ക് മാറ്റാം. കെസേഡിയയും ഒരു ടിഫിൻ ബോക്സ് ഓപ്ഷനാണ്. സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. ഈ ഫില്ലിംഗ് ഉണ്ടാക്കി തലേദിവസം വെക്കാം, ട്രാവലിൽ അസംബിൾ ചെയ്ത് കൊടുത്തു വിട്ടാൽ മതി. കെസേഡിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടോട്ടിയാസ് വേണം. ഈ ടോട്ടിയാസ് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. ഇത് മൾട്ടിഗ്രെയിൻ ടോട്ടിയാണ്. ടോട്ടിയ നമുക്ക് കോൺ വെച്ച് ചോളത്തിൻ്റെ കിട്ടും, അല്ലെങ്കിൽ മൈദയുടെ കിട്ടും, ഇതേപോലെ മൾട്ടിഗ്രെയിൻ ആയിട്ട് കിട്ടും. അത് ഏത് ഓപ്ഷനും ഉപയോഗിക്കാം. ഞാനിത് ടിഫിൻ ബോക്സ് ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഹെൽത്തിയർ ആയിട്ടാണ് കാണിക്കുന്നത്. മൾട്ടിഗ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഗ്രില്ലാണ് ഉപയോഗിക്കുന്നത്. ഗ്രില്ലിന് പകരം നിങ്ങൾക്ക് നമ്മുടെ തവ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. ചെറുതായിട്ട് ചൂടാക്കാം. ഒരു 5-6 സെക്കൻഡ് വീതം ഓരോ സൈഡ് ചൂടാക്കിയ ശേഷം നമുക്കിതിനകത്തേക്ക് ചീസ് ഇടാം. മോസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഷെഡ്ഡ ചീസോ നമ്മുടെ കയ്യിലുള്ള ചീസ് ഏതും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് കുറച്ച് ചേർക്കാം. വീണ്ടും കുറച്ച് ചീസ്. ഇതേപോലെ കവർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്രില്ല് ഉപയോഗിക്കുന്നു. അതിന് പകരം നിങ്ങൾക്ക് തവയെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കല്ലേ വെച്ചിട്ട് 2 സൈഡും നല്ല ക്രിസ്പാക്കി എടുക്കാം. ഇവിടെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. മേലെയും കുറച്ച് അപ്ലൈ ചെയ്യാം ബട്ടർ. രണ്ട് സൈഡും ബ്രൗൺ ആകുന്നവരെ പൊരിച്ചെടുക്കാം. ഇത് റെഡിയായി കാണും. ചെക്ക് ചെയ്യാം. ചീസൊക്കെ മെൽറ്റ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറായി. കെസേഡിയ ഗ്രിൽ ചെയ്തെടുത്തു. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ടോട്ടിയാസ് വെച്ചിട്ട് ഇതേപോലെ കെസേഡിയ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ കെസേഡിയ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഈ അളവിൽ ഒരു 4 കെസേഡിയ ഉണ്ടാക്കിയെടുക്കാം. ഈ കെസേഡിയസ് ഓരോന്നും 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിൽ മാറ്റാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് മെക്സിക്കൻ കെസേഡിയയുടെ റെസിപ്പിയാണ്. കെസേഡിയ യൂഷ്വലി നമ്മൾ സെർവ് ചെയ്യുന്നത് എപ്പോഴും സൽസയുടെ കൂടെ സവർ ക്രീമിൻ്റെ കൂടെയാണ്. സൽസ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന, ടൊമാറ്റോയും അണിയൻസും എല്ലാം വെച്ചിട്ട് സാലഡ് പോലെ ഉണ്ടാക്കുന്നതാണ് സൽസ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു മീലായിട്ടൊക്കെ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സാലഡ് ഉണ്ടാക്കാം, സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി വേർഷനാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.